ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സൗമ്യ സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മന്തി റൈസ് കൊണ്ട് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. എൻ്റെ മോള് പെട്ടെന്ന് എനിക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു റൈസാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് മന്തി റൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലൂസ് ഇതുപോലെ വാങ്ങാൻ കിട്ടും. ഞാനങ്ങനെ മന്തി റൈസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് കേട്ടോ. അത് ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് വെള്ളമൊഴിച്ചൊന്ന് കഴുകിയിട്ട് കൊണ്ടുവരാം. ഞാനത് കുതിർത്താനൊന്നും വെക്കണില്ല, അങ്ങനെ കഴുകിയിട്ട് അത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതാ അരി വേവിക്കാനുള്ള കുറച്ചധികം വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളത്തിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പും സൺഫ്ലവർ ഓയിൽ 1 ടീസ്പൂണും കൂടി ഒഴിച്ച് വെച്ചിട്ട് ആണ് ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചേക്കണേ. ഇതേ വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ ഞാനതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ അരി വേവിക്കാൻ വെച്ച ഈ വെള്ളത്തിന് അളവൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ അരി വേവിക്കാൻ വെള്ളം വെക്കണ പോലെ തന്നെ നമുക്ക് വെക്കാം. ഈ അരിക്ക് വേവ് ഒരു 90% വെന്താൽ മതി കേട്ടോ. അത് നമ്മൾ നോക്കി തന്നെ നിൽക്കണം. ഇതാ നമ്മുടെ അരി വെന്തിട്ടുണ്ട് കേട്ടോ, പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിന് ഞാൻ ഊറ്റുകയാണ് ചെയ്യണേ കേട്ടോ. ഇതുപോലത്തെ ഹോളുള്ള പാത്രത്തിലേക്ക് അങ്ങനെ ഊറ്റി വയ്ക്കുകയാണ് ചെയ്യണത്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാൻ വയ്ക്കാം. ആ പാനൊന്ന് ചൂടാവുമ്പോൾ ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണം, 1 ടീസ്പൂണ്. അത് നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാനതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഞാനിതിലേക്ക് ഒരു 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ. ഇനി ഈ കോഴിമുട്ട നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതാ ഞാൻ കോഴിമുട്ടയൊക്കെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ആ പാനിൽ തന്നെ ഞാൻ വീണ്ടും ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ഓയിലൊന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. ഈ ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഞാനൊരു 5 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഈ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരുമ്പോൾ ഞാൻ ഒരു സബോളയുടെ പകുതിയാണ് എടുത്തേക്കണത്. വലിയ സബോളയായിരുന്നു, അതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തേക്കണേ. അതും കൂടി ഇട്ട് കൊടുക്കുക. ചെറിയ സബോളയാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം എടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനിതിലേക്ക് ഒരു 4 ബീൻസ് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ഒരെണ്ണം വട്ടന അരിഞ്ഞത്, പിന്നെ കാബേജ് ചെറിയൊരു കഷ്ണം ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ക്യാപ്സിക്കം ചെറിയൊരു കഷ്ണം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇത് ഇങ്ങനെ ഈ ആവിയിൽ കിടന്ന് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ചോറിൽ കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ ഈ കഷ്ണത്തിൽ ഒന്ന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇതാ നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറിൻ്റെ പകുതി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി പകുതി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ചോറും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഇതാ ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടിരിക്കണ ആ മുട്ടയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കണം. ഈ സമയത്ത് ഞാനിപ്പോഴും ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കണേ. നമുക്കിത് ഏത് റൈസിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. മട്ട റൈസ് പറ്റില്ല, ബാക്കി പൊന്നി റൈസ്, നമ്മുടെ കുറുവ റൈസ്, ബിരിയാണി റൈസൊക്കെ ഇതിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ നമ്മൾ ചോറ് എപ്പോഴും വേവ് കുറച്ചെടുക്കണം. എന്നാൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ കുഴഞ്ഞു പോവും. നമ്മുടെ
റൈസൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി ഉലർന്നിരിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റൈസാണ് കേട്ടോ. ഇത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മക്കൾക്കും സന്തോഷമാവും, നമുക്കും സന്തോഷമാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.